ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ കായിക താരത്തെ 60-ലധികം പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവം പുറത്തെത്തിയതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി. തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ പാർക്കിൽ വെച്ച് പീഡിപ്പിച്ചു. ഗർഭിണിയായ 17-കാരിയുടെ ഗർഭഛിദ്രം നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ചുങ്കപ്പാറ സ്വദേശിയും ആരോപണ വിധേയനുമായ ജസ്വിനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പാർക്കിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയായിരുന്നു പീഡനമെന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. കവിയൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പാർക്കിലാണ് സംഭവം നടന്നതെന്നും കുട്ടി പറയുന്നു. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ജസ്വിനെ അറസ്റ്റ് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത കാലയളവിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി 6 ആഴ്ച ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ പ്രായം, ഭാവി, ഗർഭത്തിന്റെ കാലദൈർഘ്യം എന്നിവ കണക്കിലെടുത്ത് WCCയുടെ സഹായത്തോടെ ഗർഭഛിദ്രം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്. നിലവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഭ്രൂണത്തിന്റെ DNA സാമ്പിൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന ജസ്വിനാണ് കുട്ടിയുടെ പിതാവ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്. അതേസമയം പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ പത്തനംതിട്ട SP-യോട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി ആവശ്യപ്പെട്ടു. 13-ാം വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും 5 കൊല്ലത്തിനിടെ 60-ലധികം പേർ പീഡിപ്പിച്ചുവെന്നുമാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. ഇതുവരെ 20 പേരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരിൽ നവവരണം +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളും അടക്കമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി. VK വിനീത്, K. അനന്തു, S. സുധി, അച്ചു ആനന്ദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇവരിൽ കഴിഞ്ഞ നവംബറിൽ വിവാഹിതനായ ഒരാളും ഞായറാഴ്ച വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട വ്യക്തിയുമുണ്ട്. മുല്ലശ്ശേരി, പത്തനംതിട്ട, കുലശേഖരപതി, വെട്ടിപ്പുറം മേഖലകളിൽ നിന്നുള്ളവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. ഷംനാദ്, അഫ്സൽ, സഹോദരൻ ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക്, സുധീഷ്, അപ്പു എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിലൊരാൾ +2 വിദ്യാർത്ഥിയാണ്. നാടിന് നടുക്കിയ പത്തനംതിട്ട പീഡനക്കേസിൽ 13 പേർ കൂടി കസ്റ്റഡിയിൽ. 60-ലധികം വരുന്ന പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിലാണ് അറസ്റ്റ്. ഇന്ന് പുലർച്ചെ പമ്പയിൽ നിന്നാണ് ഇവരിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ പമ്പയിൽ താൽക്കാലിക ജോലിക്ക് എത്തിയതാണ് ഇവർ. കേസിൽ ഇന്ന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരുണ്ടെന്നാണ് ലഭ്യമായ വിവരം. കസ്റ്റഡിയിലുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേസിൽ 14 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനിടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. DIG അജിത ബിഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട SP, DYSP ഉൾപ്പെടെ 25-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് പുതിയ അന്വേഷണ സംഘത്തിനെ ചുമതലപ്പെടുത്തിയത്. പത്തനംതിട്ട DSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലാകും അന്വേഷണ സംഘം പ്രവർത്തിക്കുക. പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന ചിലർ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്താണെന്നതാണ് പോലീസിന് ലഭ്യമായ വിവരം. ഈ സാഹചര്യത്തിൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം. പ്രതികളിലെ 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. 5 വർഷത്തിനിടെ 62 പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കി എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി.